ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല എനർജി ഉണ്ടല്ലേ? അത്ര എനർജി പ്രതീക്ഷിക്കേണ്ട. എന്നെ കണ്ടൊരു പ്രാന്തിയെ പോലെ ഉണ്ടെന്ന് അറിയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ കുട്ടിക്ക് കുളിക്കാനും നനയ്ക്കാനൊന്നും താല്പര്യമില്ലെന്ന്. പക്ഷേ ഞാൻ വൈകുന്നേരമാണ് കുളിച്ചത്, അതുകൊണ്ട് എൻ്റെ തല ഇങ്ങനെ ഇരിക്കുള്ളൂ. കാരണം നനഞ്ഞ മുടി അങ്ങനെ കെട്ടി വെച്ചുറങ്ങും. അപ്പം അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ എൻ്റെ മുടി ഇങ്ങനെയാണ്. ഈ ഹെയർ കട്ട് ചെയ്ത പിന്നെ മുടി ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഇങ്ങനെയാണ്. പക്ഷേ കുഴപ്പമില്ല, ട്രസ്റ്റ് പ്രോസസ്സ് അങ്ങനെയാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല. ഞാൻ ഒരു +2 പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. അന്ന് കല്യാണ സമയത്ത് നമ്മൾ എന്താ പറയുക, അനിയത്തിയാണല്ലോ. അപ്പം നമ്മളിങ്ങനെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി പാർലറിലേക്ക്. ഇപ്പോൾ അവിടെ അമ്മ ഇങ്ങനെ ത്രെഡ് ചെയ്യാനൊക്കെ ഇരുന്നു. ഞാനപ്പോൾ ത്രെഡ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനാണ് ഇരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഹെയർ കട്ടും കൂടെ ചെയ്താലോ എന്ന്. ആ ഒരു ഉൾവിളി അന്നത്തെ വീഡിയോത്തെ പോലെ. അപ്പം ഞാനങ്ങനെ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് എന്നെ തടയാൻ ആരും വന്നില്ല. അമ്മയും എന്നോടൊന്നും പറഞ്ഞില്ല. വെട്ടിക്കോന്ന് പറഞ്ഞു. ഒന്ന് ഒച്ച എടുത്തെങ്കിൽ ഞാനൊന്ന് ഉണർന്നേനെ. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കല്യാണത്തിന് എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ചേച്ചിയും പ്ലാൻ ചെയ്തത് ബാക്കിൽ വട്ടക്കെട്ട് കിട്ടി അതിൻ്റെ ചുറ്റും മുല്ലപ്പൂ വെക്കാനായിരുന്നു. പക്ഷേ എൻ്റെ ഹെയർ കട്ട് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ടെക്സ്ചർ പോലും അല്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം, ഇത്രയും ഒരു കേളി ആയിട്ട് കിടക്കുന്ന ഒരു മുടി, അതും ഒന്നിനൊരു വൃത്തി ഉണ്ടായിരുന്നില്ല എനിക്കറിയില്ല എൻ്റെ മുടി എന്താ അങ്ങനെയായി പോയെന്ന്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മുടിയോട് ഇത്തിരി ഇഷ്ടമെങ്കിലും തോന്നി തുടങ്ങിയത്. ഇത് പക്ഷേ എൻ്റെ മുടി ടെക്സ്ചർ മാറാൻ കാരണം ഞാൻ ലോങ് ഹെയർ ആക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് ഹെയർ സ്റ്റൈൽസിന് വേണ്ടി. കാര്യം എവിടെയൊന്നും നിൽക്കുന്നില്ലേ. കയ്യിലൊരു ബാൻഡേജ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ആപ്പിൾ മുറിച്ചതാ കത്തിയോണ്ടേ. ഇനി രാവിലെ തന്നെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.